വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഇന്ന് നമുക്ക് ഒരു കോഡ് വെച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ ഒന്ന് പഠിച്ചു പോയാലോ. കോഡ് ഇതാണ്, എ കൺഫ്യൂസ്ഡ് അഡ്വക്കേറ്റ് എന്നതാണ്. ഈ കോഡ് വെച്ച് നമുക്ക് പ്രധാനപ്പെട്ട നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ ഒന്ന് പെട്ടെന്ന് ഓർമ്മിച്ചു പോവാം. എ എന്നത് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. സി എന്നത് നമ്മുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയിലും, അതുപോലെ തന്നെ ഒ എന്ന ലെറ്റർ ഡിനോട്ട് ചെയ്യുന്നത് നമ്മുടെ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസിനെയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ പ്രധാനപ്പെട്ട ബാക്കിയുള്ള നാഷണൽ കമ്മീഷൻസ് ആയിട്ടുള്ള SC, ST അതുപോലെ തന്നെ ബാക്ക്വേർഡ് ക്ലാസസിനെയാണ് ഈ പറയുന്ന N എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മുടെ ഫൈനാൻസ് കമ്മീഷൻ എന്നതിന് F എന്ന ലെറ്റർ കൊണ്ടും, UPSCനെ U എന്ന ലെറ്റർ കൊണ്ടും, സ്റ്റേറ്റ് PSCനെ നമ്മൾ നോക്കുന്ന സമയത്ത് S എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. കഴിഞ്ഞില്ല, നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് നമ്മൾ E എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ എ കൺഫ്യൂസ്ഡ് എന്ന് പറയുന്നത് അടുത്തുള്ള പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി കഴിഞ്ഞ് നമ്മുടെ അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഈ ഒരു കോഡ് കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്തിനെയാണ്? നമ്മുടെ അഡ്വക്കേറ്റ് ജനറലിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഈ പറയുന്ന ലെറ്റേഴ്സ് വെച്ചുകൊണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ ഈ ഒരു കോഡ് വെച്ചുകൊണ്ട്, ആ കൺഫ്യൂസ്ഡ് അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഈ ഒരു കോഡ് വെച്ചുകൊണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ ഇനി നിങ്ങൾക്ക് കൃത്യമായി ഓർമ്മിച്ചു വെക്കാവുന്നതാണ്. താങ്ക് യു.